ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച ധ്യാന പരമ്പരയുടെ ദിനങ്ങളിൽ കൂടി കടന്നു പോവുകയാണല്ലോ ഈ ദിനങ്ങൾ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. ഈ സാക്ഷ്യ പ്രഖ്യാപനം 2 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും അമ്മയെ ഇന്ന് ലോകം വിശുദ്ധയും അനുഗ്രഹിക്കപ്പെട്ടവളുമായി വാഴ്ത്തുന്നു. താൻ നേരിട്ട പ്രതിസന്ധികളിൽ മറുതെളിക്കാതെ പരിശുദ്ധ അമ്മ സഹിച്ചു. സ്നേഹം നൊമ്പരമാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചു. സംശയിക്കപ്പെടുന്ന ഉദരത്തിലെ കുഞ്ഞ് എല്ലാ സത്രങ്ങളും കെട്ടിയടയ്ക്കപ്പെട്ട രാവിൽ പരിശുദ്ധ അമ്മയുടെ വേദനയേക്കാൾ വലുതായിരുന്നു തിരസ്കരണത്തിന്റെ നോവ്. ഒരു കുരുന്ന് ജീവനെ രക്ഷിക്കുവാൻ അടിമത്തത്തിന്റെ നാട്ടിലേക്കുള്ള പലായനം, നെഞ്ചു വളർന്ന വാളിനെ കുറിച്ചുള്ള ശിമിയോന്റെ പ്രവചനം, ഉത്സവപ്പറമ്പിൽ നിന്നും കൈവിട്ടുപോയ ബാലൻ, വീട് വിട്ടിറങ്ങിയ പുത്രൻ സിനഗോഗിൽ, ബാലനായ യേശുവിന് വേണ്ടി കെണികൾ ഒരുക്കുന്ന ശത്രുക്കൾ, പിന്നെ കുരിശിന്റെ വഴി, സ്വന്തം പുത്രൻ മരിക്കുന്ന കാഴ്ച പരിശുദ്ധ അമ്മ കാണുവാൻ ഇടയാകുന്നു. കണ്ണുനീർ പെയ്തു നിന്നു. പിന്നിൽ തെളിയുന്നു ഒരു അമ്മതൻ കനിവിന്റെ മുഖം. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കാതെ സ്വയം സമർപ്പണത്തോടും തികഞ്ഞ വിശ്വാസത്തോടും കൂടി മുന്നേറിയ ശ്രേഷ്ഠയും ഭാഗ്യവതിയുമായി ഈ മാതാവിനെ എല്ലാവരും അനുഗ്രഹീത എന്ന് അംഗീകരിച്ച് കൈകൂപ്പുന്നു. ദൈവഹിതമനുസരിച്ച് അമ്മയെപ്പോലെ ആരുണ്ട് വിശുദ്ധ ബൈബിളിൽ? കുരിശിൽ രക്തം വാർന്നൊലിക്കുമ്പോഴും, താൻ വഹിച്ച ജീവന്റെ പേടകമായ യേശു എന്ന മകൻ അപമാനിക്കപ്പെട്ടപ്പോഴും, വേദന കൊണ്ട് പിടയുമ്പോഴും ഈ അമ്മ തളർന്നില്ല. അവൾ സഹിച്ചു. കല്ലായല്ല, പതറാതെ നിന്നൊരു ശരണാർത്ഥിയായി പരിശുദ്ധ അമ്മ. മാതാവിന്റെ സ്നേഹം നൈർമല്യമായി സുഗന്ധവാസനയായി പാരെങ്ങും ഇന്ന് വീശുന്നു. അനുഗ്രഹീത അമ്മയായ, വാഴ്ത്തപ്പെട്ട അമ്മയായ പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ എന്റെ ചിന്താവിഷയം സെബദി പുത്രന്മാരുടെ അമ്മയായ ശലോമിയെ പറ്റിയാണ്. അതിനെപ്പറ്റി അല്പസമയം ചിന്തിക്കാം. സെബദി പുത്രന്മാരുടെ അമ്മ എന്നറിയപ്പെടുന്ന ശലോമി എങ്ങനെ വേദപുസ്തകത്തിന്റെ താളുകളിൽ രംഗപ്രവേശനം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ശലോമി എന്ന വാക്കിന്റെ അർത്ഥം സമാധാനപ്രിയ എന്നാകുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ശലോമി എന്ന പേര് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. വിശുദ്ധ മർക്കോസ് 10:35 പറയുന്ന സബദി മക്കളുടെ പേരുകൾ യാക്കോബ്, യോഹന്നാൻ എന്നാണ്. അവരുടെ പേരിന്റെ അർത്ഥം ഇടിമക്കൾ എന്നാണ്. യേശുവിന്റെ ക്രൂശാരോഹണ സമയത്തുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ സബദി പുത്രന്മാരുടെ അമ്മയെ പറ്റി പറയുന്നുണ്ട്. ഈ ശലോമി വിശുദ്ധ യോഹന്നാൻ 19 അധ്യായം 25 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ അമ്മയുടെ സഹോദരി കൂടിയാണ്. മക്കൾക്ക് അധികാരസ്ഥാനം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ശലോമി വേദപുസ്തകത്തില് രംഗപ്രവേശനം ചെയ്യുന്നത്. ശലോമിയെ പറ്റി ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അമ്മയുടെ സവിശേഷതയായി എടുത്തു പറയുവാനുള്ളത്. ഒന്നാമത്, ശലോമി ഒരു സമർപ്പണമുള്ള സ്ത്രീയായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയിൽ വിശ്വസ്തയോടുകൂടി അനുഗമിച്ചതായ ശലോമി തന്റെ മക്കളെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തവളായിരുന്നു. ഗലീല മുതൽ കാൽവരി മല വരെ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്റെ ദൗത്യം കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിച്ച ശ്രേഷ്ഠ വനിതയായിരുന്നു ശലോമി. യേശുവിന്റെ കബറിടത്തിൽ സുഗന്ധദ്രവ്യം പൂശാൻ പോയവരുടെ കൂട്ടത്തിലും ശലോമി പങ്കുചേർന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ സാക്ഷികളുടെ കൂട്ടത്തിലും ഈ മാതാവ് സ്ഥാനം പിടിച്ചു. എന്റെ പ്രിയമുള്ളവരെ, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിൽ അല്ല, പിന്നെയോ ലഭിച്ച സ്ഥാനം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനം. ആത്മീയ ബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത ആളായിരുന്നു ശലോമി. അടുത്തതായി ചിന്തിക്കുമ്പോൾ 2ാമത്തെ സവിശേഷത, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അപേക്ഷിച്ചവളായിരുന്നു. യേശുവിന്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ അഹോരാത്രം തന്റെ മക്കൾ പ്രവർത്തിക്കുന്ന കണ്ടതായ ശലോമി ഈ ശുശ്രൂഷ നല്ലതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിന്റെ മുൻപിൽ നേരിട്ട് ചെന്ന് തന്റെ അപേക്ഷയുമായി ചെന്നിരിക്കുകയാണ്. തന്റെ 2 മക്കളിൽ ഒരാളെ നിന്റെ രാജ്യത്തിൽ ഇടത്തും, 2ാമനെ വലത്തും ഇരുത്തണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശു ശലോമിയോട് പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ കഴിയുമോ? കഴിയും എന്നവൾ പറഞ്ഞു. ഈ ഉത്തരത്തിൽ നിന്ന് ശലോമിക്ക് ദൈവരാജ്യത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും വേണ്ട തിരിച്ചറിവ് ലഭിക്കുവാൻ ഇടയായി. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ പൂർണ്ണത പീഡാനുഭവത്തിന്റെ കാസ പാനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മക്കളുടെ ഭാവിയും സുരക്ഷിതത്വവും. അമ്മമാരുടെ സ്വപ്നം മക്കൾക്ക് രാജകീയമായ ഈശ്വരങ്ങളുടെ സമൃദ്ധി ഉണ്ടാകണമെന്നാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക, സ്വർഗീയ പിതാവിന്റെ ഹിതം പോലെയാണ് സകലതും നമുക്ക് ലഭിക്കുന്നത്. എന്റെ ഹിതം പോലെയല്ല, പിതാവിന്റെ ഹിതം പോലെ ശ്രേഷ്ഠമാകണം എല്ലാം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി സത്യസന്ധതയോടും വിശുദ്ധിയോടും കൂടി ജീവിച്ച ശ്രേഷ്ഠവനിതയായ ശലോമിയെ മാതൃകയാക്കാം. അതുപോലെ സർവശക്തനായ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാൻ
നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനവും പദവിയും മാതാവിൽ പ്രകടമായ ഭയഭക്തിയും നമുക്ക് മാതൃകയാക്കാം. വാനോളം ഉയരുവാനുള്ള വിശുദ്ധിയും ഭൂമിയോളം താഴുവാനുള്ള താഴ്മയും ആർജിച്ചവളാണ് പരിശുദ്ധ മാതാവ്. ആ അമ്മയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ വിശുദ്ധ നൊയമ്പിൽ എല്ലാവരെയും സമൂഹമായി സഭയായി സർവശക്തനായ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.